വിവാഹപ്പൊരുത്തം നോക്കുമ്പോൾ ചില നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ പുരുഷന്മാർ പരസ്പരം ചേർത്ത് വിവാഹം നടത്തുന്നത് ദോഷകരമായിരിക്കും. അത്തരം നക്ഷത്രങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. ആദ്യമേ പറയുന്നു, ഇത് വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ളതല്ല. വിവാഹപ്പൊരുത്തം നോക്കി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത്. വേദനക്ഷത്രങ്ങളായ അശ്വതി, തൃക്കേട്ട, ഭരണി, അനിഴം, കാർത്തിക, വിശാഖം, രോഹിണി, ചോതി, മകേര്യം, ചിത്തിര, അവിട്ടം, തിരുവാതിര, തിരുവോണം, പുണർദം, ഉത്രാടം, പൂയം, പൂരാടം, ആയില്യം, മൂലം, മകം, രേവതി, പൂരം, ഉത്രട്ടാതി, ഉത്രം, പൂരുരുട്ടാതി, അത്തം, ചതയം എന്നിങ്ങനെ വേദനക്ഷത്രങ്ങൾ പരസ്പരം യോജിക്കുവാൻ പാടില്ല. ഭരണി, മകേര്യം, പൂയം, പൂരം, ചിത്തിര, അനിഴം, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി എന്നിങ്ങനെ മധ്യമരഞ്ജുവിൽ വരുന്ന നക്ഷത്രങ്ങൾ തമ്മിൽ ചേർക്കുവാൻ പാടുള്ളതല്ല. കൂടാതെ സ്ത്രീകൾക്ക് ഇനി പറയുന്ന നക്ഷത്രങ്ങൾ വരികയാണെങ്കിൽ, അതായത് കാർത്തിക, ആയില്യം, മകം, ചിത്തിര, വിശാഖം, തൃക്കേട്ട, മൂലം, അവിട്ടം, ചതയം എന്നീ നക്ഷത്രങ്ങൾ സ്ത്രീകൾക്ക് വരികയാണെങ്കിൽ ഭരണി, രോഹിണി, തിരുവാതിര, പൂരം, ഉത്രം, പൂരാടം, ഉത്രാടം, പൂരുരുട്ടാതി, ഉത്രട്ടാതി എന്നീ നക്ഷത്രങ്ങൾ ഉള്ള പുരുഷന്മാരുമായി ചേർത്ത് വിവാഹം നടത്തുവാൻ പാടുള്ളതല്ല. ഗണപൊരുത്ത ദോഷം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിലും സ്ത്രീയുടെയും പുരുഷൻ്റെയും ചന്ദ്രസ്ഫുടം സൂക്ഷ്മമായി പരിശോധിച്ച് ചില നക്ഷത്രങ്ങൾ തമ്മിൽ ചേർത്താവുന്നതാണ് എന്ന് ജ്യോതിഷ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒരിക്കൽ കൂടി പറയുന്നു, ഇത് വിവാഹം കഴിഞ്ഞവർക്ക് വേണ്ടിയുള്ളതല്ല. പൊരുത്തം നോക്കി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഈ ദോഷപ്രകാരം വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇതിന് പരിഹാരം ചെയ്യാവുന്നതാണ്. വിഷമിക്കേണ്ട കാര്യവുമില്ല.